ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിങ്കൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. പിന്നെ ഇതിൽ നമ്മൾ കടയിൽ നിന്നുള്ള ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ടില്ല. വീട്ടിൽ തന്നെ 2 ചേരുവകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുത്ത ഒരു ഫ്രഷ് ക്രീമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതേ ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതേ ഇത്രയും സൈസിലാണ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കണം. ഇതിലേക്ക് എന്നിട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനൊരു 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി, അതായത് ഒരു കുറച്ച് തന്നെ ആവശ്യമുള്ളൂ കേട്ടോ, നമ്മുടെ ക്യുമിൻ സീഡ്, അതായത് ജീരകത്തിൻ്റെ പൊടി. ഇതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ജീരകത്തിൻ്റെ പൊടി ഒരിക്കലും അധികം ആഡ് ചെയ്ത് കൊടുക്കരുത്, ഇതിനൊരു കുത്ത് വരും. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് നല്ലവണ്ണം എല്ലായിടേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 10 മിനിറ്റിന് ശേഷം ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം അതിലേക്ക് കുറച്ച് ബട്ടറും പിന്നെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ 10 മിനിറ്റ് ആയതിന് ശേഷം ഇതിനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇതിനെ ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അധികം ഡീപ്പായിട്ടുള്ള ഫ്രൈ ഒന്നും ഇതിലേക്ക് ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് വരത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്താൽ നമ്മളത് റെഡിയായി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കാനായിട്ട് 2 സവാള, ഒരു തക്കാളി, പിന്നെ ഒരു 10 കാഷ്യൂനട്ടും ഒരു 4 ഡ്രൈ ചില്ലി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാള നല്ല രീതിയിലൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പം ഞാനിവിടെ ചെറുതാക്കിയിട്ട് ഒരു സ്ക്വയർ ആക്കിയിട്ടാണ് ഇതിനെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് തക്കാളി അരിഞ്ഞെടുക്കണം. അപ്പോൾ തക്കാളിയും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർ രൂപത്തിൽ തന്നെ നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക്, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടറും കുറച്ച് സൺഫ്ലവർ ഓയിലും ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ സവോളേനെ ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഈ സവോളയൊക്കെ നല്ല ഡീപ്പായിട്ടൊന്നും വഴണ്ടി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ പച്ചമണം ഒന്ന് മാറുന്ന രീതിയിലൊന്ന് വഴറ്റിയാൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇനി തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മാത്രം മതിയിട്ട്, കാരണം നമ്മൾ ഇതൊക്കെ അരച്ചെടുക്കാൻ പോകുന്നതാണ്. അതുകൊണ്ടാണ് ആ പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഈ കാശ്മീരി മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതേ നമുക്ക് ഇതിനെ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, കാരണം ആ തക്കാളിയിലൊക്കെ അത്യാവശ്യം വെള്ളമുള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ അരച്ചെടുത്താൽ മാത്രം മതി. അതേ നമ്മുടെ അരപ്പ് ഇവിടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ അരപ്പ് ഇട്ടിട്ട് ഇതിലേക്ക് ബാക്കി ആവശ്യത്തിന് വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെയാണ് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഗരം മസാല ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇത്തിരി ഒറിഗാനോ, ഇത് ഒറിഗാനോ ആണ്. ഇത് നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടേസ്റ്റിന് നല്ല ടേസ്റ്റ് ആയിരിക്കും.
മാത്രമല്ല കുറച്ച് കൊറിയാണ്ടർ, അതായത് നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ആ മണമൊക്കെ അതിൽ പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ ഇതിനെ എല്ലാവിടേക്കും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈ പനീറും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം ആ പനീർ ആ ഗ്രേവി ആയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആയിട്ട് വരണം. എങ്കിൽ മാത്രമാണ് ആ പനീറിലേക്ക് ആ ഗ്രേവിയൊക്കെ പിടിക്കുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിനെയും അതിൻ്റെ ഇതിൽ കിടന്നിട്ട് ഇതിനെ ഒന്നൊരു 3 മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ കറിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് നല്ല രീതിയിലൊക്കെ ഒന്ന് കുറുകി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഫ്രഷ് ക്രീം. അപ്പോൾ ഈ ഫ്രഷ് ക്രീം നമ്മൾ വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-10 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ല രീതിയിലൊന്ന് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനി ഇതിൽ തരികൾ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് കാഷ്യൂനട്ടിനെ കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുത്താലും മതി. അപ്പം നമുക്ക് നല്ല ഫൈനായിട്ട് കിട്ടും. ഇനി ഇതിനെ നമുക്ക് ഈ പനീർ ബട്ടർ മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് വേണമെങ്കിൽ മാറ്റാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് പനീർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയും വേണമെങ്കിൽ പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. മാത്രമല്ല നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.